അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചാനലിലെ കമന്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബ്രോ CMF ഫോൺ 1നെ പറ്റി എന്തെങ്കിലും പറയാൻ. അപ്പോൾ CMF ഫോൺ 1നെ പറ്റി നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. അതെ, കാൾപ്പിയണ്ണൻ തള്ളിയത് അത്ര ഉണ്ടോ? പിന്നെ അത്യാവശ്യം നല്ല രീതിയിലാണ് ഇതിൻ്റെ ക്യാമ്പയിൻ വന്നേക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ക്യാമ്പയിനുകളെല്ലാം സത്യമാണോ എന്നുള്ളത് നമുക്കിപ്പോൾ വിലയിരുത്താം. ഞാനിത് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമായിട്ട് പറയാം. ഫസ്റ്റ് അൺബോക്സിങ് വിത്ത് ദിസ് ആംഗിൾ. ആദ്യമേ ഫോൺ ഈ ബോക്സിൽ തന്നെ ആദ്യം നമുക്ക് തുടങ്ങാം. 15,000 രൂപയ്ക്ക് ഇങ്ങനെ ബോക്സിൽ ഈ ചാർജർ ഇല്ലാതെ കാണിക്കുന്നത് വളരെ മോശം ഇടപാടാണ് എന്ന് തുടങ്ങട്ടെ. ഫോൺ കാണാവുന്നറിയത്തില്ല. Type-C to Type-C കേബിൾ, ബുക്ക്, പിന്നുള്ളത് സിം ഇജക്ടർ ടൂൾ. വെറൈറ്റി ആട്ടോ. അറ്റ് ലാസ്റ്റ് ഫോൺ നോക്കാം. അപ്പോൾ ഫോണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഡിസൈൻ ആക്ച്വലി ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു മാറ്റ് ഫിനിഷാണ്, വെറൈറ്റി ഡിസൈനാണ്. ഇത് ഗ്ലാസ് ആണോ പ്ലാസ്റ്റിക് ആണോ എന്ന് കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല, എന്നാലും ഞാൻ ചെക്ക് ചെയ്ത് പറയാം. പിന്നെ ഫ്രണ്ട് സ്ക്രീൻ കാണാനാണ് ഓഫ് കോഴ്സ് ബോർ. കാരണം ഇതിൻ്റെ ബെസൽസൊക്കെ ഇച്ചിരി കൂടുതലാണ്. പിന്നെ 15,000 രൂപയ്ക്ക് കൂടുതലൊന്നും പറയാനില്ല, അന്നേരം അത്രയും തന്നല്ലോ. ഇതാണ് ബാക്ക് ഡിസൈൻ. ഇപ്പോൾ കൊള്ളാം, നല്ലൊരു വെറൈറ്റി ഒരു ഇതാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ആത്മാവ് ഊറ്റിയിട്ട് ബാക്കി ചർച്ച ചെയ്യാം. അപ്പോൾ CMF ഫോൺ 1, അതെ, ഞാൻ എൻ്റെ ആത്മാവ് ഊറ്റിയിരിക്കുകയാണ്. അപ്പോൾ ആത്മാവ് ഊറ്റി എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമേ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് ഇങ്ങനത്തെ റിസ്ക് ഒക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഞാൻ പരമാവധി ഒരു ഫോൺ സെറ്റാക്കാൻ നോക്കുന്നത്. അതിന് അതിൻ്റേതായ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം പ്ലീസ് സബ്സ്ക്രൈബ്. അത്രേ ഉള്ളൂ. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനും തുടങ്ങാം. ഓഫ് കോഴ്സ് ബിൽഡ് ആൻഡ് ഡിസൈനാണ് ഈ ഒരു ഫോണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. വളരെ അടിപൊളി ഒരു വെറൈറ്റി ഡിസൈനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബാക്ക് സത്യം പറഞ്ഞാൽ മെറ്റൽ പോലെ ഫീൽ ചെയ്യും. ഇത് സാധനം ആദ്യം കയ്യിലെടുത്തപ്പോൾ എനിക്ക് ആദ്യം ഗ്ലാസ് ആണോ എന്ന് ഡൗട്ട് വന്നു. പിന്നെ മെറ്റൽ പോലെ ഒരു ഫീൽ വന്നു. മീൻസ് മെറ്റൽ ആണെന്ന് തോന്നുന്നില്ല, പക്ഷേ ഒരു മെറ്റാലിക് ഫീൽ വന്നു. അത് കഴിഞ്ഞ് ഫൈനലി ആണ് മനസ്സിലായത് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ സത്യം പറയാലോ, അത് ഭയങ്കര സെറ്റപ്പായിട്ടാണ് ഇത്. ഈ ഒരു പാക്ക് നല്ല ഫീലാണ്. നമുക്ക് ഈ ഒരു സാധനം ഹോൾഡ് ചെയ്യുമ്പം വളരെ കംഫർട്ടബിൾ ആണ്. മീൻസ് ഈ പറഞ്ഞ ഹോൾഡ് ചെയ്യാൻ. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ ഷാർപ്പ് എഡ്ജസ് ഉണ്ട്. അത് ബുദ്ധിമുട്ടുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. എനിക്കെന്തായാലും കുഴപ്പമില്ല. ഷാർപ്പ് എഡ്ജസ് ആണ്. അങ്ങനെ കുറച്ചുകൂടി ഒരു കർവ് ഒക്കെ കൊണ്ടുവരാം. പക്ഷെ അവരങ്ങനെ ചെയ്തിട്ടില്ല. ഇതൊരു ബോക്സി ടൈപ്പ് ഫോണാണ്. അപ്പോൾ ഡിസൈനിൽ അങ്ങനെ ഒരു പരാതികളും ഇല്ല. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. കാരണം നിങ്ങൾ 1,500 രൂപയ്ക്ക് കവർ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രൂ ഡ്രൈവർ കിട്ടും. അത് വെച്ച് തിരിച്ച് നിങ്ങൾക്ക് ഇത് തന്നെ വെക്കാം. അതാണ് അതിൻ്റെ ഉദ്ദേശം. അത് കൂടുതൽ തള്ളി മറിച്ച് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കണ്ട എല്ലാ വീഡിയോക്കകത്ത് ഇതിനെപ്പറ്റിയാണ് അരമണിക്കൂറിൽ ചർച്ച ചെയ്യുന്നത്. അല്ല ഇതിൻ്റെ അകത്ത് എന്നാന്നുള്ളതൊന്നും പറയുന്നില്ല. കവർ മാറ്റാം, വളരെ വളരെ സന്തോഷം. ഇനി കവർ മാറ്റാമെന്ന് പറഞ്ഞിട്ട് ബാറ്ററി ഊരാൻ പറ്റാത്ത അതിനേലും വലിയൊരു മികച്ച സംഭവമായിപ്പോയി. നിങ്ങൾ റിമൂവബിൾ ഈ പറഞ്ഞ ബാക്ക് കവർ ചെയ്യുന്ന ഒരു സെറ്റപ്പ് കൊണ്ടുവന്നെങ്കിൽ റിമൂവബിൾ ബാറ്ററിക്ക് കൂടെ ഒരു സംവിധാനം ചെയ്യണം. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 3 വർഷം അല്ലെ 2 വർഷം കഴിയുമ്പോൾ ബാറ്ററി മാറ്റാം. അതുകൊണ്ട് കുറച്ച് നാളിവിടെ ഫോൺ ഇട്ട് ഓടിക്കാം. അത് സമ്മതിക്കത്തില്ല. ഇത് 3 വർഷത്തിനുള്ളിൽ ഇത് അടിച്ചു പോകണം. എന്നിട്ട് അവരുടെ അടുത്ത ഫോൺ എടുക്കണം. അതാണ് അവരുടെ ബിസിനസ്. വളരെ വളരെ പിറ്റി തോന്നുന്നു. വളരെ വട്ട് പിറ്റി. അതെ. അപ്പം ബിൽഡ് ആൻഡ് ഡിസൈൻ ഈസ് പെർഫെക്റ്റ്ലി ഫൈൻ. 8mm തിക്നെസ് ആണ്. 204 ഗ്രാമൊക്കെയാണ് വെയിറ്റ്. പക്ഷെ വെയിറ്റ് ആക്ച്വലി വലിയ രീതിയിൽ തോന്നുന്നില്ല. മീൻസ് പക്ഷേ 204 ഗ്രാം ഉണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കൊരു ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കാം. അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് 6.67 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. ഇത് LTPS സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 2000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് തള്ളിയിട്ടുണ്ട്. 700 നിറ്റ്സ് ഗ്ലോബൽ ബ്രൈറ്റ്നസ് തള്ളിയിട്ടുണ്ട്. സോ ആദ്യം തന്നെ പറയുകയാണ്, ഔട്ട്ഡോർ വിസിബിലിറ്റി ഈസ് ഫൈൻ. അതായത് നിങ്ങൾ നല്ല വെയിലത്ത് നിന്നാലും നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണാം, ഒരു വിഷയമില്ല. അതേപോലെ തന്നെ ഈ ഒരു ബെസൽസിൻ്റെ കാര്യം എന്തായാലും എല്ലാവരും പറയുന്നത് എനിക്കറിയാം. അത് സത്യമാണ്. ബെസൽസ് താരതമ്യേന കൂടുതലാണ്, സത്യം. അപ്പോൾ ഞാനത് ഈ ഡാർക്ക് മോഡിൽ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഒരു വൈറ്റ് മോഡിൽ സെറ്റിങ്സ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ ഫോണുകൾ ഈ ഒരു ഭാഗം, അതായത് ഈ സൈഡ് ബെസൽസ് വളരെ തിന്നായിരിക്കും. ഇപ്പോൾ എൻ്റെ IQ ഒക്കെ ആണെങ്കിലും വളരെ തിന്നാണ്. ഇതിപ്പോൾ കവർ ടോണാണ്, പക്ഷേ വളരെ തിന്നാണ്. അപ്പം ഈ ഒരു താഴെ ചിഹ്നം ഇച്ചിരി കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഈ ചിഹ്നം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഈ ചിഹ്നിൻ്റെ ഈ ഒരു തിക്നെസ് ഇവിടെ ഉള്ളതുകൊണ്ടാണോ ഇവന്മാർ ഇങ്ങനെ ഇത്രയും കയറ്റി പിടിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് റിജിഡ് ആമോലെഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്ലെക്സിബിൾ അല്ല. ഫ്ലെക്സിബിൾ ആമോലെഡ് ആണെങ്കിൽ നമുക്ക് പരമാവധി ബെസൽസ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എനിക്കൊന്നൊരു യൂണിഫോമിറ്റിക്ക് വേണ്ടിയാണ് എല്ലായിടത്തും അത്യാവശ്യം കട്ടിക്ക് തന്നെ കൊടുത്തേക്ക്. അപ്പം ചിലർക്കത് ബുദ്ധിമുട്ടാകും. കുറച്ച് കഴിയുമ്പോൾ യൂസ് ടു പോകും. എനിക്കങ്ങനെ വലിയ പരാതിയില്ല. പക്ഷേ ഓക്കെ,
ഓക്കെ. പിന്നെ 16,000 രൂപയുടെ ഫോണാണ്, എല്ലാം കൊടുത്ത് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു പരിധി വരെ ഓക്കെ, വേണമെങ്കിൽ ഒന്ന് പരാമർശിക്കാം. അത് ഇത് ഇങ്ങനെ അല്ലായിരുന്നു, ഇച്ചിരൂടെ തിൻ ബെസൽസ് ആയിരുന്നു, നല്ലതായിരുന്നു എന്നുള്ളത്. പക്ഷേ ഡിസ്പ്ലേ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്നും പറയാനില്ല. അപ്പം ഇത് വലിയ കുഴപ്പമില്ല. ഈ രണ്ട് സൈഡും ഇവൻ്റെ താഴെ ഞാൻ നോക്കിയിട്ട് ചില സാംസങ്ങിൻ്റെ ഫോണുകളെ വെച്ച് നോക്കുമ്പോൾ താഴത്തെ ചിഹ്നം കുറവാണ്. കാരണം സാംസങ് അവരുടെ സ്വന്തം ഡിസ്പ്ലേ യൂസ് ചെയ്യുന്ന ഫോണുകൾ പോലെ റിജിഡാണ്. അതായത് ഇത്രയൊക്കെ ബെസൽസ് കാണും. അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഭേദമാണ്. ഇനി അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ല. റിഫ്രഷ് റേറ്റ് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട്, വളരെ ഫൈൻ ആണ്. റിഫ്രഷ് റേറ്റ് ഒന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് 60, 120 ഓട്ടോ മോഡൊന്നുമില്ല. 60 ഹെർട്സിൽ ആദ്യമേ തന്നെ 120 തന്നെ 120 ഇട്ട് യൂസ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് ആൻഡ് ഫേസ് അൺലോക്ക് ഒന്ന് നോക്കാം. ആദ്യമേ ഫേസ് അൺലോക്ക് നോക്കാം. ഫേസ് അൺലോക്ക് വളരെ സ്പീഡാണ്. പക്ഷേ ഫിംഗർ പ്രിൻറ്റ് ഒരു മൈനർ ഡിലേ ഉണ്ട്. എപ്പോഴും ഇല്ല, ചില സമയത്തൊരു മൈനർ ഡിലേ ഉണ്ട്. അത് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. പക്ഷേ മോർ ടൈം ആക്യുറേറ്റ് ആണ്, വലിയ കുഴപ്പമില്ല. പക്ഷേ ഇത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. വളരെ ചിലർക്ക് തോന്നത്തില്ലായിരിക്കും. എനിക്കിപ്പോൾ എൻ്റെ ഫോൺ യൂസ് ചെയ്ത് അത് കുറച്ചുകൂടെ സ്പീഡാണ്ട് മേ ബി തോന്നിയതായിരിക്കും. പക്ഷേ എന്നാലും ഒരു ചെറിയൊരു സംഭവമുണ്ട് സത്യം. ഇനി ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ ചെക്കിംഗ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ സാഡ്ലി ഇതിന് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നും ഇല്ല. എന്നെ പറയണമെന്ന് എനിക്കും അറിയത്തില്ല. എന്തായാലും ഉള്ള സ്പീക്കറുടെ ടെസ്റ്റ് നോക്കാം. സോ ക്വാളിറ്റി കുഴപ്പമില്ല, ലൗഡ്നെസ് അത്രേ ഉള്ളൂ, മാക്സിമം ലൗഡ്നെസ് അത്രേ ഉള്ളൂ. അപ്പം ഡുവൽ സ്റ്റീരിയോ ഉണ്ടായിരുന്ന ഇച്ചിരൂടെ ഒരു ലൗഡ്നെസ് ഒക്കെ, അപ്പോൾ അത് കൊടുക്കേണ്ടതായിരുന്നു. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല, വളരെ മോശമായിപ്പോയി. പിന്നെ ഇതിനകത്ത് ചില സാധനം ഞാൻ പറയാൻ വിട്ടു. ഒന്ന് IP52 വാട്ടർ റിപ്പല്ലൻ്റ് ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് വോളിയം റോക്കേഴ്സ് കിട്ടും. താഴെ Type-C ഒക്കെ ഈ പറഞ്ഞ പോലെ USB പോർട്ട് ഉണ്ട്. അതേപോലെ തന്നെ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. മെമ്മറി കാർഡ് ഇടാം, സിമ്മും ഇടാം. പക്ഷേ ഒരു സിമ്മ് ഒരു മെമ്മറി കാർഡ് അല്ല, 2 സിമ്മ്. പിന്നെ സ്പീക്കർ ഗ്രില്ലുണ്ട്, മേളിലും നോയ്സ് ക്യാൻസലേഷൻ മൈക്കുണ്ട്. വേറെ സംവിധാനമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ബിൽഡ് ഡിസ്പ്ലേ ഒക്കെ. ഇനി അടുത്തായിട്ടുള്ളത് മെയിൻ സാധനം, നമ്മുടെ കുതിര പെർഫോമൻസ്. സോ മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 7300 എന്ന് പറഞ്ഞ ഉടായ്പ തള്ളി ചിപ്സെറ്റാണ് ഇതിനകത്ത് ഇറക്കിയിരിക്കുന്നത്. അതെ, ഡൈമെൻസിറ്റി 7300 നമ്മൾ കേൾക്കുമ്പോൾ തന്നെ 7200 കൂടുതലാണെന്ന് തോന്നുമെങ്കിലും 7050 എന്ന് പറഞ്ഞ് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, കുറേ വർഷങ്ങളല്ല, ഒരു പരിധി വരെ കുറേ വർഷം എന്ന് പറയും, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയ ചിപ്സെറ്റ് തന്നെ കുറച്ചുകൂടി മോടി പിടിപ്പിച്ച് ഇറക്കിയെന്നേ ഉള്ളൂ. പെയിൻ്റ് അടിച്ചിറക്കുക, അത്രേ ഉള്ളൂ. ആദ്യമേ അതിൻ്റെ പേര് ഡിമെൻസിറ്റി 920 എന്നായിരുന്നു, പിന്നെ 1080 എന്നായി, പിന്നെ 750 എന്നായി, ഇപ്പോൾ 7300 എന്നായി. പേരിന് മാത്രമേ വ്യത്യാസമുള്ളൂ. വളരെ കുറച്ച് ക്ലോക്ക് സ്പീഡ് കൂടി. പിന്നെ വേറൊരു സംഭവം ഈൽഡിൻ്റെ വർദ്ധിപ്പീരിനെ പറ്റിയാണ്. ഒരു ബ്രോ പണ്ട് കമൻറ്റ് ചെയ്തായിരുന്നു ഈൽഡിൻ്റെ ഒരു സംഭവം. മേ ബി ഈൽഡ് കുറച്ച് കൂടിക്കാണും, അത്രേ ഉള്ളൂ. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആഡ് ഇറക്കി അത് മാത്രമേ ഉള്ളൂ. പക്ഷേ പേഴ്സണലി എനിക്ക് അങ്ങനത്തെ ഈ പറഞ്ഞ ഈൽഡിനോടും വലിയ താല്പര്യമില്ല. ആ ഒരു കാര്യം വെച്ച് ഇതിനെ ജഡ്ജ് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അത് എല്ലാവർക്കും അറിയത്തില്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ നോർമലി അവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കത്തേ ഉള്ളൂ. സോ എന്തായാലും പെർഫോമൻസിനെ പറ്റി പറയുവാണെങ്കിൽ സ്മൂത്ത് 7300 ഈസ് ഫൈൻ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ചിപ്സെറ്റാണ്, അതിനകത്തൊരു സംശയം വേണ്ട. ഡിമെൻസിറ്റി 7200 C9 ഉള്ളത് 20,000 രൂപയ്ക്ക്, അത് നല്ല ചിപ്സെറ്റാണ്. അതേപോലെ തന്നെ 6 Gen 1 നല്ല ചിപ്സെറ്റാണ്. 7050 റിയൽമിയുടെ നല്ല ചിപ്സെറ്റാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ 20,000 രൂപയ്ക്ക് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഈ പറഞ്ഞ ഫോണും അതിനകത്ത് ഉൾപ്പെടുത്തണം. കാരണം ഈ ചിപ്സെറ്റും കേപ്പബിൾ ആണ്. അപ്പം ഒന്നും പറയാനില്ല, നല്ല കിടിലൻ പെർഫോമൻസ് ആണ്, വളരെ സ്മൂത്ത് ഇന്റർഫേസ്, ഒരു വിഷയമില്ല. പിന്നെ UFS 2.2 ആണ്, LPDDR4X ആണ്. ഇപ്പം ഞാൻ IQ എന്ന് വന്നുകൊണ്ടാവാം എനിക്ക് ഈ ചെറിയൊരു ഡിലേ ഒക്കെ തോന്നും, കാരണം 2.2 ആണ്. പക്ഷേ അത് നിങ്ങൾക്ക് ഫേസ് ചെയ്യണമെന്നില്ല, അത് എനിക്ക് തോന്നിയതായിരിക്കും. അപ്പോൾ പെർഫോമൻസ് വെച്ച് ഒരു വിഷയം എനിക്ക് തോന്നിയില്ല. AnTuTu സ്കോർ നോക്കി കഴിഞ്ഞാൽ 6,06,821 ആണ് സ്കോർ വന്നിരിക്കുന്നത്. ഗീക്ക് ബെഞ്ചിന്റെ സ്കോർ നോക്കി കഴിഞ്ഞാൽ 1011 സിംഗിൾ കോർ സ്കോറും 2928 മൾട്ടി കോർ സ്കോറാണ്. ഇനി നമുക്ക് CPU ത്രോട്ടിലിംഗ് ടെസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഞാൻ 30 മിനിറ്റിൻ്റെ ചെയ്തത്. അപ്പോൾ 15 മിനിറ്റിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി ഉണ്ട്. എങ്ങനെ പോയാലും ഒരു 80 മേളിൽ കിട്ടും, 85 മേളിൽ കിട്ടും. 30 മിനിറ്റ്സിനെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ 30 മിനിറ്റ്സിൽ 77% ആണ് ഇതിൻ്റെ ത്രോട്ടിലിംഗ് പെർഫോമൻസ് തന്നെ. 30 മിനിറ്റ്സിൽ വലിയ കുഴപ്പമില്ല എന്ന് ഞാൻ പറയും. അതായത് വലിയ കുഴപ്പമില്ല, ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഡീസൻറ്റ്, അത്രേ ഉള്ളൂ. ഹെവി അടിപൊളിയൊന്നുമല്ല, വളരെ മോശമൊന്നുമല്ല. റെഡ് ഗ്രാഫിൽ റെഡ് കളറൊന്നും വന്നിട്ടില്ല, കുഴപ്പമില്ല. ത്രോട്ടിലിംഗ് ടെസ്റ്റ് ഒന്നും വിഷയമില്ല. അപ്പം ഓവറോൾ പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സോഫ്റ്റ്വെയർ സൈഡിൽ കുറച്ച് വിഷയങ്ങളുണ്ട്, ഞാൻ പറയാം. അത് സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷനാണ്, വളരെ ചെറിയ ജിറ്ററിങ് ഒക്കെ. അത് പിന്നെ ഈ പറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വളരെ സർവ്വസാധാരണമാണ്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ PUBG ഒക്കെ കളിച്ചിട്ട് പെട്ടെന്ന് ബാക്ക് അടിക്കാൻ നേരത്തൊരു ചെറിയൊരു മൈനർ ലാഗ് ഒക്കെ ഉണ്ട്. അത് സോഫ്റ്റ്വെയർ കുറച്ചുകൂടെ റെഡിയാക്കിയാൽ അത് റെഡിയാവുള്ളൂ. നമുക്കത് ഫുള്ള് ചിപ്സെറ്റിൻ്റെ തലയിലോട്ട് വെക്കാനും പറ്റത്തില്ല. പിന്നെ ചിപ്സെറ്റിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നാലും ഇനി അത് പറഞ്ഞപ്പോഴാണ് ഗെയിമിങ്ങിനെ പറ്റി ആലോചിച്ചത്.
ഇപ്പോൾ ഗെയിമിംഗ് BGMI ഗെയിമിങ്ങിൽ നമുക്ക് BGMI സ്മൂത്ത് പ്ലസ് എക്സ്ട്രീമിൽ കളിക്കാം. അതേപോലെ തന്നെ ഹീറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം ഒരു 1.5-2 മണിക്കൂർ ഗെയിം കളിച്ച് നോക്കി. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ഒന്നും ഇല്ല. അത് വാമാവും, ഫോണിൻ്റെ ഈ വശം വാമാവും, ഈ വശം വാമാവും. ഒന്നാമത്തെ കാര്യം ഈ ഒരു ഫോണിൻ്റെ ബോഡി നല്ല രീതിയിൽ ഞാൻ പറയില്ല, ആ ഒരു നല്ലൊരു ഫിനിഷിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹീറ്റ് അധികം അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അതുപോലെ ഹീറ്റ് അധികം മീൻസ് ജനറേറ്റിംഗ് ചെയ്യുന്നുമില്ല. ഗെയിമിംഗ് ഒക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഓക്കെ ഫൈൻ എന്നേ പറയുള്ളൂ, അല്ല വെരി ഗുഡ് അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. ഓക്കെ ഫൈൻ ഗെയിമിംഗ് ആണ്. അതായത് 60 FPS സ്റ്റെബിലിറ്റി ഇല്ല, ചില സമയത്ത് 34 വരെ താഴും, ചിലപ്പോൾ 40-ലായിരിക്കും. ഓൾമോസ്റ്റ് ഒരു 50 to 60 വരെ വലിയ കുഴപ്പമില്ലാത്തൊക്കെ BGMI ഓടും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ആൾക്കാർ വരാൻ നേരത്ത്, നമ്മൾ എനിമീസ് വരാൻ നേരത്ത് ഇതിനകത്ത് അത്ര ഈ പറഞ്ഞ ഒരു കൂടുതലൊരു ഇത് വരാൻ നേരത്താണ് ചെറിയൊരു ലാഗ് കൂടുതൽ വരുന്നത്. അത് FPS ഡ്രോപ്പ് നന്നായിട്ട് വരും. പിന്നെ ചില സമയത്തൊക്കെ ആവശ്യമില്ലാത്ത FPS ഡ്രോപ്പ് ഒക്കെ ഉണ്ട്. നമ്മൾ ഈ പ്ലെയിനിൽ നിന്ന് ചാടുന്നതിന് മുമ്പ് ചുമ്മാ ഒന്ന് സ്ക്രീൻ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാലും ചെറിയൊരു ഡിലേ ഒക്കെ ഉണ്ട്. അപ്പം കുറച്ചുകൂടി ഇത് ഒപ്റ്റിമൈസും ചെയ്യണം. അതേപോലെ തന്നെ FPS ഡ്രോപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ അത്ര സ്റ്റേബിൾ ആണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഒരു കാഷ്വൽ ഗെയിമിങ്ങിന് ഇത് കൊള്ളാം. ഗെയിമിങ്ങിനായിട്ട് ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. കുഴപ്പമില്ല, കളിക്കാം, പ്ലേയബിൾ. അത് 60 FPS രീതിയിൽ പ്ലേയബിൾ ആണ്. പക്ഷേ അത്ര സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഗെയിമിങ്ങിൻ്റെ കാര്യം. അടുത്താണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ കാറ്റഗറിയിൽ നോക്കാം. ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്ന 50 മെഗാപിക്സൽ സോണിയുടെ ഏത് സെൻസറാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ സോണിയുടെ സെൻസറാണ്. LYT ആണോ അതോ IMX സീരീസ് ആണോ ഒരു പിടിയില്ല, സൈറ്റിൽ പോലും മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ 2 മെഗാപിക്സൽ പ്രൊസസ്സറും ഉണ്ട് കേട്ടോ, സന്തോഷമായി. ഒന്ന് പറയാൻ പറ്റിയല്ലോ. ഇപ്പം ഞാൻ നിർത്തിക്കൊണ്ടിരിക്കുക കമ്പനികൾ. പോർട്രേറ്റ് സെൻസർ കേട്ടോ, പവർ. അപ്പോൾ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഡേ ലൈറ്റിൽ അത്യാവശ്യം നല്ല ഫോട്ടോസാണ് ഈ ഒരു ഫോൺ എടുക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസാണ്. അതായത് ഡേ ലൈറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഡൈനാമിക് റേഞ്ചൊക്കെ ഫൈനാണ്, അതായത് ഓൺ പോയിൻ്റ് ആണ്. എന്നാൽ ചില ഫോട്ടോസിലൊക്കെ ചിലപ്പോൾ അത് കൂടുതൽ അതിനകത്ത് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ പ്രൈസ് വെച്ച് നമുക്കത് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ പ്രൈസ് വെച്ച് വളരെ നല്ല ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഡൈനാമിക് റേഞ്ച് ആണെങ്കിൽ പോലും നല്ലതാണ്, ഈ പ്രൈസ് വെച്ച് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസ് നോക്കി കഴിഞ്ഞാൽ കളേഴ്സൊക്കെ അടിപൊളിയാണ്. അത്യാവശ്യം ഇച്ചിരി ഒരു തരി ബൂസ്റ്റഡ് കളറാണ്, ചില സമയത്ത് നോർമൽ കളേഴ്സാണ്, ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ ഓവറോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ ക്യാമറ ഇഷ്ടപ്പെട്ടു. ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും പോർട്രേറ്റ് ഫോട്ടോസ് ആണെങ്കിലും, ലാൻഡ്സ്കേപ്പ് ഞാൻ കുറച്ച് ഷോട്ട്സ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇത് 50 മെഗാപിക്സലിൻ്റെ ഒരു ഷോട്ടാണ്. അതേപോലെ തന്നെ ഇത് നോർമൽ 12 മെഗാപിക്സലിൻ്റെ ഷോട്ടാണ്. 50 മെഗാപിക്സലിൻ്റെ ഷോട്ടിന് അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നും പറയത്തില്ല. നമുക്ക് ഫോട്ടോ ജസ്റ്റ് ഇങ്ങനെ നോക്കാൻ നേരത്ത് നല്ലതായിട്ട് തോന്നും. നിങ്ങൾ 50 മെഗാപിക്സൽ എടുത്ത് കാര്യമായിട്ട് സൂമൊക്കെ ചെയ്യുവാണെങ്കിൽ ഓഫ് കോഴ്സ് ആ ഒരു ചെറിയൊരു സോഫ്റ്റ്നെസ് ഒക്കെ കാണാം, അത് പിന്നെ സ്വാഭാവികം. അതേപോലെ ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് എനിക്ക് അത്യാവശ്യം പ്രശ്നം തോന്നിയത്. ഹ്യൂമൻ സബ്ജക്ട്സിൽ സ്കിൻ ടോൺസ് ഇച്ചിരി വെളുപ്പിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടോണിലുള്ള ഫോട്ടോ കുറച്ചുകൂടെ വെളുപ്പിച്ചാണ് കാണിക്കുന്നത്. ആ വെളുപ്പീര് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നല്ലതാണ്. അതാണ്. ഇനിയിപ്പോൾ പോർട്രേറ്റ് നോക്കിക്കഴിഞ്ഞാൽ എഡ്ജ് ഡിറ്റക്ഷനൊക്കെ അടിപൊളിയാണ്, നല്ല എഡ്ജ് ഡിറ്റക്ഷനാണ്. അതേപോലെ തന്നെ നല്ല ബ്ലറുമാണ്. അതെന്തൊരു വളരെ സട്ടിലായിട്ടൊരു ബ്ലറാണ്, അത് കുറച്ചുകൂടെ അടുപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ ഇതിനകത്തും ഡൈനാമിക് റേഞ്ച് ഒക്കെ നന്നായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഫോർഗ്രൗണ്ട് ഒക്കെ നല്ലതായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിൻ ടോണിൽ ചെറിയൊരു വൈറ്റനിങ് ഉണ്ട്. അത് ഒഴിവാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു പവറായിരുന്നു സത്യം പറഞ്ഞാൽ. അതാണ് ഹ്യൂമൻ സബ്ജക്ട്സ്. പിന്നെ നൈറ്റ് ഫോട്ടോസ് നോക്കുവാണെങ്കിൽ നൈറ്റ് ഫോട്ടോസ് അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള അതായത് യൂസബിൾ ആയിട്ടുള്ള നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്. ഈവൻ ഞാൻ നിങ്ങളെ കുറച്ച് സാമ്പിൾസ് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത്. ഈ ഒരു പ്രൈസിൽ നല്ല ഫോട്ടോസാണ്. ഓഫ് കോഴ്സ് നോയ്സ് ഉണ്ട്, ചിലതൊക്കെ സ്കൈ, ഇപ്പം ഭയങ്കര രാത്രിയാണെങ്കിൽ സ്കൈ ചെറുതായിട്ട് നീലിച്ചൊക്കെ ഇരിക്കുന്നത്, അത് ആ നോയ്സിൻ്റെ ഒരു സംഭവമാണ്. അപ്പം പക്ഷേ നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ക്യാമറയുടെ കാര്യത്തിൽ ഗുഡാണ് എന്ന് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞ ഹ്യൂമൻ സബ്ജക്റ്റിൽ വൈറ്റനിങ് ഉണ്ട്, അതാണ് നെഗറ്റീവായിട്ട് തോന്നുന്നത്. ഇനി സെൽഫി ക്യാമറയിലേക്ക് നോക്കി കഴിഞ്ഞാൽ സെൽഫി ക്യാമറ നല്ല ലൈറ്റുള്ള നല്ല ഫോട്ടോസ് കിട്ടും. ചില ആംഗിൾ വളരെ മോശമായിട്ടുള്ള ഫോട്ടോസ് ഉണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ ഒരു ടീഷർട്ടിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്ത്, അത് പെട്ടെന്ന് അതിൻ്റെ കളർ ഫുള്ള്, അത് ബ്ലാക്ക് ടീഷർട്ടിന് ഒരുമാതിരി ഗ്രീനിഷ് കളറൊക്കെ വന്ന്, അത് ഇടയ്ക്കാണ്, അത് ഹിറ്റ് ആൻഡ് മിസ്. ചില സമയത്ത് നല്ല കിട്ടും, വളരെ റെയറായിട്ട് അങ്ങനത്തെ ഒരു സാധനം. അത് സ്കിന്നൊക്കെ ആണെങ്കിലും ചില സമയത്ത് വളരെ മോശമായിട്ടാണ് എക്സ്പോസ് ചെയ്യുന്നത്. ഡൈനാമിക് റേഞ്ച് ഫ്രണ്ടിലൊക്കെ ഇച്ചിരി മോശമായിട്ടാണ് ചില ഫോട്ടോസ്. പക്ഷെ നല്ല ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത സെൽഫി ക്യാമറ കിട്ടും. സെൽഫി ക്യാമറ ഒരു ആവറേജ് എന്ന് ഞാൻ പറയുന്നുള്ളൂ. സോ ഇതാണ് CMF ഫോൺ 1 4K വീഡിയോ ഫുട്ടേജ്. ആക്ച്വലി ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ഫുട്ടേജ് കണ്ടിട്ട്. കാരണം ലൈറ്റ് എക്സ്പോഷറൊക്കെ നല്ല രീതിയിൽ തന്നെ ബാലൻസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം സ്റ്റെബിലൈസേഷന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ്. അപ്പോൾ വീഡിയോ ക്വാളിറ്റി ഇങ്ങനെയാണ്. വീഡിയോ ക്വാളിറ്റി അത്യാവശ്യം നൈസാണ്. ഫോർ ദ പ്രൈസ് നൈസാണ്. സ്റ്റെബിലൈസേഷൻ ഈസ് ഫൈനാണ്. സോ ഇതാണ് CMF ഫോൺ 1 സെൽഫി വീഡിയോ ഫുട്ടേജ്.
സ്റ്റെബിലൈസേഷൻ വലിയ കുഴപ്പമില്ലാത്തൊരു സ്റ്റെബിലൈസേഷനാണ്. അത്രയ്ക്ക് അടിപൊളിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇവിടുത്തെ ലൈറ്റ് ബാലൻസിങ് അത്ര പോരെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇപ്പം മൈക്ക് ക്വാളിറ്റിയും കൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇവിടുത്തെ എക്സ്പോഷർ കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതാണ്. പക്ഷേ സ്കിൻ ടോണൊക്കെ ഇച്ചിരി ഭയങ്കരമായിട്ടും വെളുപ്പിക്കുന്ന പോലെ തോന്നുന്നു. സെൽഫി എനിക്ക് വലിയ സെറ്റപ്പായിട്ട് തോന്നില്ല, ഒരു ആവറേജ് സെറ്റപ്പ്. കാരണം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇച്ചിരി മോശമായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് ഒന്ന് റെഡിയാക്കിയാൽ നല്ലതായിരിക്കും. അപ്പം മൊത്തത്തിൽ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് വിഷയങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറയാവും. കുറച്ച് വിഷയങ്ങൾ പരിഹരിച്ചാൽ മാത്രം മതി. പക്ഷേ ഇതിനെ കൂടെ തന്നെ പറയേണ്ടത് കോമ്പറ്റീറ്ററായിട്ട് നമുക്കുള്ള റിയൽമിയുടെ കുറച്ച് ഫോൺസ്, നാർസോ 70 Pro, റിയൽമി P1, IQ C9X, ഈ പറഞ്ഞ ഫോണുകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ക്യാമറ നല്ലതാണ്. ഇപ്പം റിയൽമിയുടെ എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല, പക്ഷേ IQ C9X-നേലും ബെറ്റർ ക്യാമറ ഇതിൻ്റെയാണ്. ഓഫ് കോഴ്സ് അതിൻ്റെ സംശയമാണ്, ഞാൻ ടെസ്റ്റ് ചെയ്ത് എനിക്ക് ബോധ്യപ്പെട്ടത്. റിയൽമിക്കകത്ത് സോണിയുടെ സെൻസറാണ് ഈ പറഞ്ഞ നാർസോ 70 Pro. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒന്ന് രണ്ടും അത്യാവശ്യം സിമിലർ ഫോട്ടോസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ചിപ്സെറ്റ് വെച്ചാൽ രണ്ടിൻ്റെ കേപ്പബിലിറ്റി ഏറെക്കുറെ സെയിമാണ്. ഞാൻ നോക്കിയിട്ട് കുറച്ചുകൂടി ഞാൻ പ്രിഫർ ചെയ്യുന്ന CMF ആയിരിക്കും. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ ആർക്കും ക്യാമറയുടെ കാര്യത്തിൽ ഇങ്ങനത്തെ ഈ പറഞ്ഞ ഫോൺസ് ഒന്നും ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ ഫൈനലി നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഫോണുകൾ, ഒന്ന് നാർസോ 70 Pro, പിന്നെ ഇതും സജസ്റ്റബിൾ ആണ്. 16,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ക്യാമറ നല്ലത് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യം. കാരണം ഇത്രയും നാൾ അതില്ലായിരുന്നു. 20,000 രൂപയ്ക്കായിരുന്നു ഇത്ര നാൾ ഒരു ഡീസൻറ്റ് ക്യാമറ ലെവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് ഇനി നല്ലൊരു ക്യാമറ ഫോണായിട്ട് പറയാം. കാരണം ഫോർ ദ പ്രൈസ് ഇറ്റ്സ് ഗുഡ്. നമുക്ക് നെഗറ്റീവ് പറയാം, പക്ഷേ അത് നമുക്ക് 25,000 പ്രൈസ് റേഞ്ച് വെച്ച് ഈ 15,000 രൂപയുടെ ഫോൺ കമ്പയർ ചെയ്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഫോർ ദ പ്രൈസ് ഇറ്റ്സ് എ ഗുഡ് ക്യാമറ, അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ പറഞ്ഞ ഫ്ലോസൂടെ നിങ്ങൾ തലയിൽ വെക്കുക, അത്രേ ഉള്ളൂ ചെയ്യാനുള്ളൂ. ഞാൻ പറഞ്ഞ സ്കിൻ ടോൺസിൻ്റെ ഒരു വിഷയം, അത് ചിലർക്കൊന്നും വിഷയമേ അല്ല. നമ്മൾ ഈ പറഞ്ഞ ക്രിയേറ്റേഴ്സ് ആയിട്ട് നമ്മളത് കുത്തി എടുത്ത് പറയുന്നതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ക്യാമറ ഓവറോൾ ഗുഡ്. അടുത്തായിട്ട് നമുക്ക് ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ നോക്കിക്കഴിഞ്ഞാൽ നത്തിങ് OS 2.6 ആണ്. സോഫ്റ്റ്വെയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ കസ്റ്റമൈസേഷൻസ് ഉണ്ട്. പിന്നെ എനിക്ക് എസ്പെഷ്യലി ഇമാർ ഈ വിഡ്ജറ്റ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇപ്പോൾ നമുക്ക് നെറ്റ് ഓഫ് ചെയ്യണോ ഓൺ ചെയ്യണമെന്ന് ഒറ്റ ക്ലിക്കിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ പറഞ്ഞ ഡ്രോർ വലിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ്. ഐക്കൺ പാക്ക് നിങ്ങൾക്ക് നത്തിങ്ങിൻ്റെ തന്നെ ഫ്രീ ആയിട്ടൊരു ഐക്കൺ പാക്ക് മേടിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നൈസായിട്ടുള്ള ഈ പറഞ്ഞ ഐക്കൺസ് കണ്ടോ, ഐക്കൺസ് എല്ലാം വളരെ സ്മൂത്താണ്. ബ്ലോട്ട്വേഴ്സിൻ്റെ കാര്യം 0 ബ്ലോട്ട്വേഴ്സ് ആണ്. എനിക്കൊന്ന് നത്തിങ്ങിൻ്റെ ഒരു ആപ്പ് ആയതുണ്ടെന്ന് തോന്നും, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഗൂഗിളിലെ ആപ്സ് ഓഫ് കോഴ്സ്, അല്ലാതെ ഒന്നുമില്ല. വളരെ സ്മൂത്താണ് സോഫ്റ്റ്വെയർ, അത്രേ ഉള്ളൂ. സോഫ്റ്റ്വെയർ ഒരു രക്ഷയില്ല, കാരണം ക്ലീനാണ്. ഇനി വിഷയങ്ങളുണ്ടെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ചെറിയ ബഗ്സുകളൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ബാറ്ററി സ്ക്രീൻ ഓൺ ടൈം കാണിക്കുന്നില്ല, എപ്പോഴും 0 എന്നാണ് കാണിക്കുന്നത്. എനിക്കറിയത്തില്ല അതെന്നെ സംഭവം. പിന്നെ വളരെ ഞാൻ പറഞ്ഞ പോലെ മൈനർ ജിറ്റേഴ്സ് ചില സമയത്ത് വരാറുണ്ട്, ചെറിയ ജിറ്റേഴ്സ്. പിന്നെ ചില സമയത്ത് ഈ പറഞ്ഞ ഇതിൻ്റെ ഈ ബാക്ക് ആരോ ഒക്കെ പലയിടത്ത് കാണിക്കാറുണ്ട്. നമ്മൾ ബാക്ക് വലിക്കാൻ നേരത്ത് ഈ ആരോ ചില സമയത്ത് മറിഞ്ഞൊക്കെ നിൽക്കാറുണ്ട്. അങ്ങനെ ചെറിയ ബഗ്സുകളും. അത് പ്രൈസിൽ നമുക്ക് ഒന്നും പറയില്ല. പിന്നെ സോഫ്റ്റ്വെയർ ഇവർ കുറച്ചുകൂടെ ഒപ്റ്റിമൈസ് ചെയ്താൽ കുറച്ചുകൂടെ നൈസായിരിക്കും. പക്ഷേ ഓവറോൾ ഇതുണ്ട്, വളരെ സ്മൂത്താണ്. ആപ്പ് ക്ലോസ് ഓപ്പണിംഗ് ഒക്കെ വളരെ അടിപൊളിയാണ്. ബാക്കി ഫോണൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ആനിമേഷൻസാണ്, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ നല്ല സ്മൂത്താണ്, ഓവറോൾ നല്ല സ്മൂത്താണ്. വളരെ റെയറായിട്ട് ചെറിയ ജിറ്ററിങ് ഒക്കെ വന്നാലുള്ളൂ. അത് വലിയ വിഷയമല്ല മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ. അപ്പോൾ ചെറിയ ബഗ്സുകളൊക്കെ പരിഹരിച്ച് കഴിഞ്ഞാൽ നത്തിങ് OS ബെസ്റ്റാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് സോഫ്റ്റ്വെയർ ഇതാണ്. റിയൽമി ഒക്കെ കമ്പാരിറ്റീവ്ലി ഇച്ചിരി പുറകോട്ടായിരിക്കും. IQ ഞാൻ പറഞ്ഞ ആനിമേഷനിൽ ഇച്ചിരി പുറകോട്ടാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് ഇതായിരിക്കും. അടുത്തായിട്ട് സെൻസേഴ്സ് നോക്കി കഴിഞ്ഞാൽ എല്ലാ സെൻസേഴ്സും ഉണ്ട്. പിന്നെ കണക്ടിവിറ്റി നോക്കി കഴിഞ്ഞാൽ 5G++ കാണിക്കാറുണ്ട്. അതിനാണ് എനിക്ക് മനസ്സിലാവുന്നത്. 5G+ നമുക്കറിയാം, 5G+ ആണ് മിക്ക തവണയും എനിക്ക് കിട്ടുന്നത്. ഇവിടെ ജിയോയുടെ 5G+ കാണിക്കുന്നുണ്ട്, പ്ലസ് ചില സമയത്ത് കാണിക്കാറുണ്ട്. കരിയർ അഗ്രിഗേഷൻ തന്നെ. അപ്പം 5Gയുടെ കാര്യത്തിലൊന്നും വിഷയമൊന്നുമില്ല. 10 5G ബാൻഡ്സ് ഉണ്ട്, ഒരു വിഷയമില്ല. പിന്നെ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻസ്, റിംഗ് ടോൺസ് ഒക്കെ നത്തിങ്ങിൻ്റെ ആ ഒരു സ്റ്റോക്ക് രീതിയിലുള്ള നൈസ് സാധനങ്ങളൊക്കെയാണ്. കോൾ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ കോൾ ക്വാളിറ്റി അടിപൊളിയാണ്, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ വേറെ പരാതികളൊന്നുമില്ല. വൈഫൈ കണക്ടിവിറ്റി, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒന്നും ഒരു വിഷയമില്ല. ഇനി ഫൈനലി ബാറ്ററിയിലേക്ക് വരികയാണെങ്കിൽ 5000 mAh ബാറ്ററിയും 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ അവന്മാരുടെ ഷോറൂമിലുണ്ട്. അതാണ് അവസ്ഥ. അതായത് വരുന്ന പെട്ടി ചെറുതാണ്, വളരെ മോശം. 16,000 രൂപ കൊടുക്കുന്ന നമ്മൾ പിന്നെയും പെട്ടി ഈ ചാർജറൂടെ മേടിക്കുമ്പോൾ ഈ ഫോണിൻ്റെ വില 10-18 റേഞ്ചേ വരും. 16, 2, 18, 500 റേഞ്ചേ വരും. പിന്നെ ഒരു 1,500 രൂപയാണ്. അവിടെ IQ C9 കുറച്ചുകൂടെ ബെറ്റർ സ്പെസിഫിക്കേഷൻ അവിടെ നിൽപ്പുണ്ട്, കുറച്ചുകൂടെ ബെറ്ററാണ്. കാരണം ഇത് 16ൻ്റെ വാല്യൂ ആണ്, 16-നുള്ളത് വന്നിട്ടുണ്ട്. പക്ഷേ ബാറ്ററി ചാർജർ തരാത്തത് വളരെ മോശമാണ്. എന്നാ പറയണമെന്നത്, നിങ്ങൾ നത്തിങ്ങിൽ തരാതിരുന്നു. പക്ഷേ CMF എന്ന് പറഞ്ഞാൽ നിങ്ങൾ സബ് ബ്രാൻഡായിട്ട് പറഞ്ഞെങ്കിൽ അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എല്ലാവരും തരുന്നത് പോലെ തന്നെ ചെയ്യണം. അത് വളരെ മോശമാണ്. ചാർജർ കൂടെ തരാത്തത് എന്തൊരു ഇതാണ്. നിങ്ങൾ 16,000 രൂപയ്ക്കാണ് ഇറക്കുന്നത്. അതാദ്യം നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ഐഫോണും അല്ലെ സാംസങ് ഇറക്കുന്ന പോലെ അല്ല. ആ ഒരു ഫോൺ ഓക്കെ ഫൈൻ, അത് അംഗീകരിച്ച എല്ലാവരും. ഈ സാധനം ഈ 20,000 രൂപ, ഈ 16,000 രൂപയ്ക്ക് ഇങ്ങനത്തെ ഈ പരിപാടി കാണിക്കുന്നത് വളരെ മോശമാണ്.
അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു 250 രൂപ ഡിസ്കൗണ്ട് എല്ലാം വെക്കുക. ഇതിൻ്റെ കൂടെ മേടിക്കുകയാണെങ്കിൽ 250 രൂപ ഉള്ളൂ. സാംസങ് അങ്ങനെ ചെയ്യാറുണ്ട്. അതിന് ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇതെന്താണ് 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ എനിക്ക് സൗകര്യമില്ല ഇവരുടെ ചാർജർ മേടിക്കാൻ. അല്ല പിന്നെ അപ്പോൾ എൻ്റെ ഈ പറഞ്ഞ സ്റ്റോക്ക് മീൻസ് ഐക്യൂൻ്റെ ചാർജർ വെച്ച് ഞാൻ ചാർജ് ചെയ്തത്. അപ്പം എനിക്കൊരു 1 മണിക്കൂർ 10 മിനിറ്റ് ആണ് എടുത്തുള്ളൂ കേട്ടോ. അത് എനിക്കറിയില്ല അത് ഏത് ചാർജിങ് സ്പീഡിലാണ് ചാർജ് ചെയ്തത്. കാരണം 5000 mAh ചാർജ് ചെയ്യാൻ ഒരു 1.5 മണിക്കൂറൊക്കെ വന്നുള്ളൂ. ഞാൻ ഇപ്പോൾ 0 തൊട്ടാണ്, ഞാനൊരു 16 തൊട്ടാണ് നോക്കി. ബാറ്ററി ബാക്കപ്പ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ല. നോർമൽ ഒരു 6 to 7 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടും. എനിക്ക് സ്ക്രീൻ ഓൺ ടൈം കാണാൻ പറ്റില്ല ബഗ് കാരണം. പക്ഷെ ഒരു 6 to 7 hours ഫൈനാണ്. ബാറ്ററിക്കൊന്നും അങ്ങനെ വിഷയമൊന്നും എനിക്ക് തോന്നിയില്ല. ഇനി കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഫോൺ വർത്താണ്. ഓഫ് കോഴ്സ് വർത്താണ്. ഈ ഒരു ഫോൺ വാല്യൂ ഫോർ മണിയാണ്. കുറച്ച് പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫോണിന് വിഷയങ്ങളൊന്നുമില്ല. അതായത് എനിക്ക് മെയിൻലി തോന്നി ഒന്ന് ബെസൽസിന്റെ ഒരു ചെറിയൊരു കാര്യം. ചാർജർ കൂടെ തരേണ്ടതായിരുന്നു. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ലാത്തത്, കൂടാതെ ഫിംഗർ പ്രിന്റ് ചെറിയൊരു സ്ലോ ഉള്ളത്, പിന്നെ സോഫ്റ്റ്വെയറിലുള്ള ചെറിയ ബഗ്സ്. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മാത്രമേ നെഗറ്റീവ്സ് ആണ് എടുത്ത് പറയാനുള്ളൂ. വേറെ അങ്ങനെ ഒരു വിഷയങ്ങളും എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. അപ്പം 16,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 6/128 കിട്ടും. ധൈര്യമായിട്ട് എടുത്തു. എല്ലാം പ്രിഫർ ചെയ്യുന്നവർക്ക് ഇത് എടുക്കാം. പക്ഷേ 16,000 രൂപയ്ക്കുള്ളതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല നിങ്ങളിത് മേടിച്ചിട്ട് ക്യാമറ ഞാൻ ഉദ്ദേശിച്ച പോലെ ആയില്ല, നിങ്ങൾ 16,000 ആണ് കൊടുക്കുന്നത്, അതിനുള്ള ക്യാമറ ഉണ്ട് ഉറപ്പിച്ച് ഞാൻ പറയാം. പക്ഷേ നിങ്ങൾ 25 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഫോണിൻ്റെ ക്യാമറ ഇതിനകത്തില്ല. അത് ഞാൻ എടുത്ത് പറയാൻ കാര്യം, അത് വാല്യൂ നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മളത് മേടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാകും, അത് മീറ്റപ്പ് ചെയ്യണമെന്നില്ല. പക്ഷേ ഈ വാല്യൂ വെച്ച് ഇത്രയും തരുന്നുണ്ട്, അതാണ് എനിക്ക് അത്ഭുതം. അതുണ്ട്. പക്ഷേ ചാർജർ തരാത്തത് മാത്രമാണ് ഒരു സങ്കടം. അതുകൂടെ ഉണ്ടായിരുന്ന കറക്റ്റ് വാല്യൂ ആണ്. അപ്പോൾ മൊത്തത്തിലൊന്നും പറയാനില്ല, ഇറ്റ്സ് എ ഗുഡ് ഫോൺ വിത്ത് സം ഞാൻ പറഞ്ഞ പോലെ ചെറിയ പ്രശ്നങ്ങൾ, അത്രേ ഉള്ളൂ. എടുക്കാം, ഞാൻ സജസ്റ്റ് ചെയ്യും. ഓഫ് കോഴ്സ് ഞാൻ എടുക്കുവാണെങ്കിൽ ഈ ഒരു ഫോണായിരിക്കും എടുക്കാൻ പോകുന്നത്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി ഈ പറഞ്ഞ ഫോൺ മേടിച്ചിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്ത് പറയുക. അടുത്തൊരു വീഡിയോയിൽ ഞാനത് ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ നോക്കാം. ഞാൻ ഫേസ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാനത് തിരുത്താനും തയ്യാറാണ്. സോ അതാണ് നമ്മുടെ ഒരു രീതി. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും